വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ മുട്ട ബജി ഉണ്ടാക്കി തരുമോ അമ്മയെന്ന് ചച്ചൂസ് ചോദിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുട്ട പുഴുങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. ഇച്ചൂസിന് മുട്ട ഇഷ്ടമല്ല. അപ്പോൾ ചേച്ചിയുടെ ഇഷ്ടത്തിന് അമ്മയിൽ നിന്ന് സ്നാക്സ് ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവൾക്ക് ഞാൻ എന്ത് കൊടുക്കും എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് അടുക്കള ഭാഗത്ത് ഞങ്ങളുടെ പനിക്കൂർക്ക ചെടി ഇങ്ങനെ കാട് പിടിച്ച് വളർന്ന് നിൽക്കുന്നത് കണ്ടേ. അപ്പോൾ പിന്നെ പനിക്കൂർക്ക ബജിയും കൂടെ ഉണ്ടാക്കിയാലോ എന്ന് ഓർത്തു. ഇല പറിക്കാൻ പോയപ്പോഴാണ് എട്ടുകാലി പോലത്തെ എന്തോ ഒരു ജീവി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല കുറച്ച് ഇലകളൊക്കെ നോക്കി പറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു. പിന്നെ നമ്മുടെ സാധാരണ മുളക് ബജിയൊക്കെ ഉണ്ടാക്കുന്ന ബാറ്ററില്ലേ അത് റെഡിയാക്കണം. കടലമാവ്, കുറച്ച് അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കായപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ മുട്ട ബജിയാണ് ഉണ്ടാക്കിയത്. ജ്യൂസിന് ഒഴിച്ച് ഇവിടെ മുട്ട ബജി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ മുട്ട രണ്ടായിട്ട് കീറിയിട്ട് മാവിലിങ്ങനെ മുക്കി വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. പിന്നെ പനിക്കൂർക്ക ഇലകൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇതുപോലെ തന്നെ മാവിൽ മുക്കി വറുത്തെടുത്തിട്ട് അപ്പോൾ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഇലകളൊക്കെ ഇങ്ങനെ ബബിൾ പോലെ വന്നേ. അപ്പോൾ നമ്മുടെ 2 ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പനിക്കൂർക്കയുടെ ഇലയുടെ നീരൊക്കെ കൊടുക്കുന്നതാണ് കുട്ടികൾക്ക് നല്ലത്. പക്ഷേ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.